ഹലോ ഫ്രണ്ട്സ്, സോൾ സാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ ടെലിസൈക്കിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിലെ കുറച്ച് കാര്യങ്ങളാണ്. ടെലിസൈക്കിക്സ് എന്ന് പറയുന്നത് ഒരു അത്ഭുത ശ്രേണിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഡോക്ടർ ജോസഫ് മർഫി നല്ല രീതിയിൽ തന്നെ അത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിശ്വാസങ്ങൾ, അതുപോലെ നമ്മുടെ അനുഭവങ്ങൾ, ഇവയൊക്കെയാണ് നമ്മൾ ഈ സ്വർഗം നരകം എന്നുള്ള രീതിയിൽ വേർതിരിക്കുന്നത്. നമുക്കറിയാം, പ്രാകൃത മനുഷ്യനിൽ നിന്നും നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള വിശ്വാസങ്ങൾ തന്നെയാണിത്. ഇപ്പോൾ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ദൈവത്തിന്റെ വകയാണെന്നും, എന്നാൽ ദുഃഖവും നിരാശയും പ്രശ്നങ്ങളും ഒക്കെ സാത്താന്റെ വകയാണെന്നും പ്രാകൃത മനുഷ്യൻ വിശ്വസിച്ചു. അത് തൻ്റെ ജനറേഷനിലേക്ക് അത് കൊടുക്കുകയും ചെയ്തു. പ്രാകൃത മനുഷ്യർ കാട്ടിൽ ജീവിച്ച ആളുകളാണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? അന്നത്തെ പുരോഹിതന്മാരൊക്കെ ഇപ്പോൾ ഭൂകമ്പമോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ ഇവയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ കാരണം കണ്ടെത്താതെ, അതിന്റെ ഉറവിടം എന്താണെന്ന് അന്വേഷിക്കാതെ ഇതൊക്കെ ദൈവത്തിന്റെ കോപം കൊണ്ട് സംഭവിച്ചതാണെന്ന് മനുഷ്യനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഈ വിശ്വാസങ്ങൾ പല രീതിയിൽ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയുണ്ടായി. ടെലിസൈക്കിക്സിൽ ജോസഫ് മർഫി ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത്, പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ആരെങ്കിലും നമുക്കെതിരെ ശാപവാക്കുകൾ ചൊരിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദുർമന്ത്രവാദം നടത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പ്രശ്നങ്ങളിലേക്ക് പോകും എന്നൊക്കെ. അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം അവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണുവാനായിട്ട് ഒരു സ്ത്രീ ഹവായിയിൽ നിന്നും കടന്നു വരുന്നു. അപ്പോൾ അവർ അദ്ദേഹത്തോട് പറയുകയാണ്, ഞാൻ എൻ്റെ ഗോത്രത്തിന് പുറത്തുള്ള ഒരു വ്യക്തിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച് വളരെ സമാധാനത്തോടെ ജീവിക്കുകയാണ്. പക്ഷെ എന്താണ് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പിതാവ് എൻ്റെ ഗോത്രത്തിൽ തന്നെ ഒരു പുരോഹിതനാണ്. അദ്ദേഹം ഞങ്ങൾക്കെതിരായിട്ട് ദുർമന്ത്രവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബന്ധം തകർന്നു പോകുവാൻ, ഞങ്ങൾ നശിച്ചു പോകുവാൻ അദ്ദേഹം ദുർമന്ത്രവാദം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ ജോസഫ് മർഫി അവിടെ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. അയാൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അയാൾക്കായിട്ട് ഭവിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ സ്നേഹം അനന്തമായി തന്നെ നിലനിർത്തുക. നിങ്ങൾ പരസ്പരം നല്ല രീതിയിൽ സ്നേഹിക്കുക, അന്യോന്യം ബഹുമാനിക്കുക, അന്യോന്യം ആദരിക്കുക. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊള്ളുക. നിങ്ങളുടെ പിതാവ് എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് തക്ക രീതിയിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്കും അദ്ദേഹത്തിന്റെ മനസ്സിലേക്കും അത് പ്രവർത്തന നിരതമാകും. ദിവസങ്ങൾക്ക് ശേഷം ഈ സ്ത്രീ ജോസഫ് മർഫിക്ക് എഴുതുകയുണ്ടായി, ഞങ്ങളെ ശല്യം ചെയ്യുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പിതാവ് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്കൊരു കത്തെഴുതുകയുണ്ടായി, നിങ്ങൾ നശിക്കുന്ന രീതിയിലുള്ള മന്ത്രവാദങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ, ജോസഫ് മർഫി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ, ഞങ്ങൾ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നു. ഇന്നലെ ഒരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞു, എൻ്റെ പിതാവ് തെരുവിൽ കുഴഞ്ഞു വീണ് മരിച്ചു. എൻ്റെ പിതാവ് ഞങ്ങൾക്ക് എതിരായിട്ട് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് അദ്ദേഹത്തിനായിട്ട് വന്ന് ഭവിച്ചു. അദ്ദേഹത്തെ മരണം കൊണ്ടുപോയി. ഫ്രണ്ട്സ്, ഇത് തന്നെയാണ് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മറ്റുള്ളവരെ ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ മന്ത്രവാദം കൊണ്ടോ അല്ലെങ്കിൽ ശാപവാക്കുകൾ കൊണ്ടോ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. കാരണം ഇവിടെ സ്വർഗം നരകം അല്ലെങ്കിൽ ദൈവം സാത്താൻ എന്ന് പറയുന്ന ഈ ഒരു ശക്തി എന്ന് പറയുന്നത് അതൊരു ഏകശക്തിയാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ആ ഏകശക്തിയെ നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു, പ്രശ്നങ്ങൾക്കായിട്ടാണോ സന്തോഷത്തിനായിട്ടാണോ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രതികരണങ്ങൾ ഉളവാക്കുന്നു. അത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചിന്തിക്കുകയാണെങ്കിലും അതേ രീതിയിലുള്ള അനുരണനങ്ങൾ നമ്മുടെ ജീവിതത്തിലും അത് സംഭവിക്കും. ഇപ്പോൾ വൈദ്യുതി എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ ഒരു മോട്ടോറിനെ പ്രവർത്തിപ്പിക്കുവാൻ കഴിയും. എന്നാൽ അതുപയോഗിച്ച് തന്നെ ഒരാളെ കൊല്ലുവാനും കഴിയും. ഇത് തന്നെയാണ് ആ ഏകശക്തി കൊണ്ട് സംഭവിക്കുന്നത്. നമ്മൾ ഏത് രീതിയിലാണോ അതിനെ ഉപയോഗിക്കുന്നത്, സന്തോഷത്തിനും സമൃദ്ധിക്കുമായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ, എന്നാൽ ദുഃഖത്തിനും പ്രശ്നങ്ങൾക്കുമായിട്ടാണെങ്കിൽ അതങ്ങനെ തന്നെ. അതേ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുമാത്രം മനസ്സിലാക്കുക. ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ചിന്തകൾ, വിശ്വാസങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.